പരിഷ്കാരം വെച്ചപ്പോലെ ആൾക്കാർ എന്നെ സ്റ്റെയർ ചെയ്ത് ശരിയാക്കും. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് ഒരു ഷോപ്പ് വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറട്ടെ. ഞാനിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് കുഴപ്പമില്ല. നമ്മൾ ലുലുവിൽ അല്ലെങ്കിൽ ഫോറം മാളിൽ പോയിട്ടാട്ടോ ഒന്നുമില്ല, കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണല്ലോ, അപ്പോൾ നമുക്കത് ചെയ്യാമെന്ന്. പക്ഷേ ഈ ഡ്രസ്സ് കൊള്ളാം. ഞാൻ എൻ്റെ ഡ്രസ്സ് ജീൻസ് മേടിച്ചു. ജീൻസ് ഇട്ടപ്പോഴേക്ക് എൻ്റെ ബോഡിക്ക് നല്ലോണം ചേരുന്നുണ്ട് അല്ലേ, എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഈ ബെൽറ്റ് വന്നപ്പോൾ എൻ്റെ ഇവിടെ അങ്ങ് ഒതുങ്ങി. എൻ്റെ ആ ബോഡി അപ്പോൾ ഒന്ന് വണ്ണം കുറഞ്ഞിട്ടുള്ള പോലത്തെ ലുക്കില്ലേ. പിന്നെ ഇത് ഫ്ലയേർഡ് ജീൻസ് ആണ്. ഞാൻ ജീൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ടോപ്പ് മാറ്റാന്ന്. എന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഇവിടെ കളർ കണ്ടു. എൻ്റെ ഇവിടെ ഭയങ്കര ടൂ മച്ച് യെല്ലോ കളറാണ്, പക്ഷേ ഫേസിന് ഒരു ന്യൂട്രൽ കളറാണ്. അപ്പോൾ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത്രയും വലിയ നെക്ക് ഇടുമ്പോൾ ഞാൻ ഈ കളറിന് എൻ്റെ ഫേസ് മാച്ച് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ ഈ കളർ ഇവിടെ ഇടണം. ഈ കളർ ഇവിടെ ഇട്ടാൽ അത്ര കറക്റ്റ് വരില്ല, ഇത് ഇവിടെ ഇട്ടാലും കറക്റ്റ് വരില്ല. എനിക്കൊരു വ്യത്യാസം. പിന്നെ വെച്ചാൽ കംഫോർട്ടബിൾ ആയിട്ടിരിക്കണമെങ്കിൽ എനിക്കിങ്ങനെ ഇച്ചിരി ഇറുകി പിടിച്ചിരിക്കണം ഇട്ടാൽ അതിന് അത്ര സുഖമില്ല. നമ്മളിന്ന് ഷോപ്പിങ്ങിനല്ലേ പോണത്, അപ്പോൾ എല്ലാ സാധനവും ഇപ്പോൾ തൂക്കമൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നനഞ്ഞാലും പ്രശ്നമില്ലാത്ത ഡ്രസ്സ് ഇടാം, ഈ ഡ്രസ്സ് ഇടാമെന്നാണ്. പക്ഷേ ഇത് ചേരുമോ ഇതിൻ്റെ കൂടെ എന്നറിയില്ല. അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ ഡ്രസ്സ് വേണോ, എനിക്ക് വയ്യനി മൊത്തത്തിൽ ഡ്രസ്സ് എന്ന് പറയാം. പക്ഷേ ഒരു ആംഗിളും കറക്റ്റ് ആവണില്ലല്ലോ. കുഴപ്പമില്ല, പക്ഷേ ടൂ മച്ച് കാഷ്വൽ ആയി പോകുന്നൊരു സംശയം. എന്നാലും കുഴപ്പമില്ല, കംഫർട്ടബിൾ ആയിട്ട് ഇടാമല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് മാറട്ടെ. അതിങ്ങനെയാണ് കേട്ടോ, ഭയങ്കര കാഷ്വലായിപ്പോയി. ഇനിയിപ്പോൾ ഇത് തേക്കാനൊന്നും എനിക്ക് വയ്യ. ഞങ്ങൾ മണിക്കുട്ടീനെയും കൂടി കൊണ്ടുപോകാമെന്ന് വെച്ച് മണീനെ കൊണ്ടുപോയി അമ്മൂൻ്റെ അടുത്ത് കൊടുക്കാം. ഇന്നിവിടെ അലേർട്ട്, നമ്മളിന്ന് അലേർട്ടുള്ള ദിവസമുള്ളൂ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ ഇറങ്ങിയേക്കണേ. ദൈവമേ, കണ്ടില്ലാത്തപ്പോഴാണ് ലിഫ്റ്റിൽ കയറുന്നത്. ആണോ, ഇത് എമർജൻസി എക്സിറ്റ് ആണോ? ഫയർ ലിഫ്റ്റ് കറണ്ട് പോയാലും ഓടണമല്ലോ. കറണ്ട് പോയാലും ഓടുന്ന വെച്ചാൽ ജനറേറ്റർ ഉണ്ടല്ലോ ബാക്കപ്പ്. എന്തായാലും ഒരു ഇതി പിടുത്തൊക്കെ ആദ്യം കറണ്ടല്ലേ പോവാ. മുടി ചപ്പാത്തി പോലെ പറഞ്ഞു പറഞ്ഞപ്പോ മഴ മഴ കുട കുട. മണിക്കുട്ട കുട്ട കുട്ട. ഇന്നലെ മീൻ മേടിക്കാൻ പോയ എന്റെ നല്ല മണം. കേബിള് ഇന്നലെ കഴിച്ചാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കൂ. അൺസൈക്കബിൾ തന്നെ മണം. ഇന്നലെ ഞങ്ങൾ മീൻ മേടിക്കാൻ പോയി, ചക്ക മേടിച്ചു. അപ്പൊ അതൊക്കെ ഡിക്കി വെച്ചാൽ ഇങ്ങോട്ട് മണം വരും അല്ലേ. ഒരുപാട് സമയം വെച്ചു. ഞാനിന്ന് നിങ്ങൾക്ക് ഒരു സ്മെല്ല് വരേണ്ട ഒരു സാധനം കാണിച്ചു തരാന്ന് ഓർത്ത് വന്നെയായിരുന്നു. പക്ഷെ ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫോറം മാളിൽ നിന്ന് മേടിച്ച, എന്താണ് എന്റെ പേര്, ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ കാറിൽ വെക്കുന്നത്. കമ്പാരിറ്റീവ്ലി നല്ലതാട്ടോ. ബാക്കി ഇപ്പൊ ആംബിപ്യൂർ അതൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയത് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. പക്ഷെ പ്രൈസും പ്രീമിയം സാധനമാണ്, കുറച്ച് പ്രൈസ് കൂടുതലാണ്. നല്ല പ്രൈസ് കൂടുതലാണ്. പക്ഷെ ഈ മീൻമണം ഒന്നും പോകണില്ല. എനിക്ക് തോന്നുന്നത് കുറച്ച് ആയതുകൊണ്ടായിരിക്കും അല്ലേ. മീൻമണം വെച്ചാൽ അതൊക്കെ അതിപ്പോ ഏത് പെർഫ്യൂം, ഇന്റർനാഷണൽ പെർഫ്യൂം അടിച്ചാൽ മീൻമണം പോകില്ലേ, അത്ര സ്ട്രോങ് ആണ് മീൻ. മീനിന്റെ അങ്ങനത്തെ അഴുകിയ സാധനങ്ങളുടെ മണമൊന്നും അങ്ങനൊന്നും പോകില്ല. അതിന് വലിയൊരു സ്പ്രേ കണ്ടുപിടിക്കണം നമ്മള്. സെന്റ് അത്രയൊക്കെ പൂശിയ കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ ചിലയിടത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പ്രാക്ടിക്കലി അറിഞ്ഞൂടാ. അത്ര പൂശിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഡെഡ് ബോഡിയിലൊക്കെ. എന്തൊരു ഉപമയാണ്. ഉപമയല്ല, അങ്ങനെ ക്രൈംസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ആൾക്കാർ മണം പെട്ടെന്ന് വെയിലായിരിക്കാൻ അത്ര പൂശി അങ്ങനെ പരിപാടി ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ എഫക്റ്റീവ് ആണെന്നല്ല. മണിക്കുട്ടിക്ക് ഇപ്പൊ കാറി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറി നിൽക്കണം. മുമ്പെന്ന് പറഞ്ഞാൽ അവൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. മുമ്പ് കാറി കയറി ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കും. ഇപ്പോഴാണ് മണി അറിഞ്ഞ് കാറിൽ നിന്ന് വെളിയിൽ നോക്കി ഇത്രയും സാധനങ്ങൾ കാണാനുണ്ടെന്ന്. മണി ഒരു തവണ ഞങ്ങൾ മൂന്നാർ പോയപ്പോൾ ഇങ്ങനെ വെറുതെ ഞാൻ പിടിച്ചവളെ നിർത്തി. അവൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നിർത്തിയിട്ട് ജനൽ തുറന്നിട്ടിരിക്കാം. മൂന്നാറിലാകുമ്പോൾ നല്ല കാറ്റൊക്കെ വീശില്ലേ. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ജനൽ തുറന്നിട്ട് അവളിങ്ങനെ കയറ്റി നിർത്തി. വെളിയിലൊക്കെ ഒന്നും തലയോ കൈയും കാലും ഒന്നും വിടത്തില്ല കേട്ടോ. ഇങ്ങനെ ഞാൻ അങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ നിന്നപ്പോൾ അവൾ കണ്ടതിന് ശേഷം ഇപ്പം എപ്പോഴും അവൾക്ക് ഇങ്ങനെ കയറി നിൽക്കണം. കണ്ടോ പൊസിഷൻ നോക്കിയത് ഇങ്ങനെ. അവൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ മനുഷ്യന്മാരിരിക്കുന്നില്ലേ അതുപോലെ രണ്ട് കാലിൽ അങ്ങ് ഇരിക്കും, കാലിലിങ്ങനെ കയറ്റി വയ്ക്കും. ഓക്കെ ഗൈസ് ബൈ. അതിനകത്തൂടെ തല കയറൂല മോളെ, ചാടി എൻ്റെ മേളിക്കൂടെ തല ഇടുന്നു.
ബൈ ബൈ. അങ്ങനെ നമ്മളിതേ ഫോറം മാളിലെത്തിയിട്ടോ. ഭയങ്കര വാം ലൈറ്റ് അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. വാം ലൈറ്റ് വരുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമയേക്കും. പിന്നെ എന്താ ഇവിടെ പാർക്കിംഗ് എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ടുള്ള പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഇന്ന് ഞാനുണ്ടല്ലോ നൈക്കേ കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ നൈക്കേ കയറണമെന്ന് പറയുമ്പോൾ തന്നെ എന്നെ കുട്ടി പറയും ഇനി 2000 കുറഞ്ഞ വഴി കളിയില്ല. പക്ഷെ നമ്മൾ വന്ന് തൊട്ട് കണ്ടൊക്കെ മേടിക്കുമ്പോൾ വ്യത്യാസമില്ലേ. ഞാനിപ്പോൾ ഒരു ഹൈലൈറ്റർ മേടിക്കണമെന്ന് വിചാരിക്കണ്ടേ. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നോട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ഹൈലൈറ്റർ ആട്ടോ, ബെക്കയുടെ. പക്ഷേ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ആ ഷെയ്ഡ് മേടിക്കണം. മറ്റേ ഷാമ്പ്യൻ പോപ്പ് അല്ല, അതെല്ലാവരും യൂസ് ചെയ്യണമല്ലേ. എനിക്ക് വേറൊരു ഷെയ്ഡ്, ഒരു ഇച്ചിരി ഒരു സട്ടിൽഡ് ഗ്ലോ തരുന്ന ഒരു ഷെയ്ഡ് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അതേപോലെ തന്നെയാണൊന്നൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കണം. ഭയങ്കര വാം ലൈറ്റ്. LG 25. നമ്മൾ ലുലുവിൽ വന്നാലാണ് എവിടെ പാർക്ക് ചെയ്തേക്കണേ കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലെ കൺഫ്യൂസ്ഡ് ആയിപ്പോ. ഇവിടെ പിന്നെ കുറച്ചുകൂടി എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. അതാണ് മൈ ഔട്ട്ഫിറ്റ്. അയ്യോ, ഇതെന്താണോ ബെൽറ്റ് ഇട്ടിട്ട് എൻ്റെ ഒരു വയറിൽ റോം വലിയുന്നു. നമ്മൾ നേരെ വന്ന ഉടനെ തന്നെ ഇവിടുത്തെ ഫുഡ് കോർട്ടിലോട്ടാട്ടോ വന്നത്. എന്നിട്ട് ഗോകുൽ ഊട്ടുപുര എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് മിനി ഇഡ്ഡലി, ബുള്ളറ്റ് ഇഡ്ഡലി ഓർഡർ ചെയ്തു. ഇവിടെ പെരി പെരി ഇഡ്ഡലി ഉണ്ടായിരുന്നു, എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് തീർത്തില്ലെങ്കിൽ എന്നെ കുട്ടി കഴിക്കണം എന്നുള്ള ഡയറ്റ് പറ്റിക്കോ. അതിനപ്പോഴാണ് താങ്കൾക്ക് ഡയറ്റ് ഉള്ളത്. ഇവര് ഓരോന്ന് മേടിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ, എന്നിട്ട് കഴിക്കത്തുമില്ല. ബാക്കി ഞാൻ കഴിക്കേണ്ടി വരും, ഞാൻ മേടിച്ചാൽ കൂടെ ഞാൻ കഴിക്കേണ്ടി വരും. അപ്പൊ ഞാനൊന്നും ഓർഡർ ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഒരു വടയും പിന്നെ ഉഴുന്നുവടയും പിന്നെ ഒരു ചായ മാത്രം. ഞാൻ രാവിലെ കഴിച്ചായിരുന്നു. ഇപ്പൊ 2:50 ടൈം 2:50. ഇവര് കഴിച്ചില്ലെന്നും പറഞ്ഞിട്ടാണ് അതേപോലെ ഓർഡർ ചെയ്തേക്കുന്നത്. കഴിക്കട്ടെ, എനിക്ക് വലിയ വിശപ്പായിട്ടില്ല. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് വീണല്ലോ. സാമ്പാർ വീണോ? നമ്മളിവിടെ അല്ല, നമ്മളവിടെയാ. കുറെ ഇത്രയും സമയം എടുക്കുമല്ലേ ഇത് വരാനായിട്ട്. വിശക്കണു. ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ടല്ലോ, ഇങ്ങനെ മുടി ഇങ്ങനെ പരത്തി ഇങ്ങനെ ചെയ്യണേ. കുറെ റീൽസ് നമ്മൾ കണ്ടില്ലേ അതേപോലത്തെ. പക്ഷെ നോക്ക്, പരത്തി ചെയ്യുമ്പോഴേക്കും ഇരിക്കണേ. ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയി മുടി ഒന്നുകൂടി കെട്ടായിരുന്നു. എന്റെ കുട്ടി, എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? പറ്റിച്ച് ചെയ്തേക്കുന്നല്ല കൊള്ളാമോ? അല്ല, ഇപ്പൊ എങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ അടുത്തേക്ക് മറ്റേ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ അംബാനി വെഡിങ്ങില് പിന്നെ ഐശ്വര്യ റോയ് ഒക്കെ ഇങ്ങനെ പറ്റിച്ചല്ലേ ഉപയോഗിച്ചേക്കുന്നത്. ട്രെൻഡായിരിക്കും. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ചേർച്ച ഉണ്ടല്ലോ. പക്ഷെ എനിക്കത് ചേർന്ന പോലെ തോന്നി, അറിയില്ല. പിന്നെ കുറെ നമ്മുടെ ഫോളോവേഴ്സ് കുറെ പേര് വരാറുണ്ട് ഇങ്ങനെ എനിക്ക് കെട്ടിവെക്കുന്നതിന് ഇഷ്ടം. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നോക്ക്, എന്റെ മുഖം ഭയങ്കര എടുത്തിട്ടുള്ളേ. ചിലപ്പോ ഭംഗി ഉണ്ടാവില്ലേ, എനിക്കറിയാത്തോണ്ടായിരിക്കും. ഓക്കെ ഗായ്സ്, ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ, സംതിങ് റിലേറ്റഡ് ടു യൂട്യൂബ്. അപ്പൊ അതിന്റെ കൺഫർമേഷൻ ഞാനത് കഴിഞ്ഞിട്ട് പരിപാടി നടന്ന് കഴിഞ്ഞിട്ട് പറയാട്ടോ എന്താന്ന്. അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് യൂസ് ചെയ്യാൻ മതിയായിരുന്നു. യൂസ് ചെയ്യാൻ എന്നല്ല, എനിക്കതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടായാൽ മതിയായിരുന്നു. എപ്പോഴും ഞാൻ എൻ്റെ പേടി കാരണം അങ്ങനെ ഉപയോഗം വരാറില്ല. അല്ലേ? നമ്മുടെ 3 കുട്ടി ഫാൻസ്. എൻ്റെ വീഡിയോ കാണാറുണ്ടോ? നീ ഏത് വീഡിയോ കാണാറ്? നല്ല ഭംഗിയുണ്ടല്ലോ, ബാങ്ക്സ് ഒക്കെ കട്ട് ചെയ്തിട്ട്. ഇന്ന് ക്ലാസ് ഇല്ലേ ഇവിടെ, അതുകൊണ്ട് കറങ്ങാൻ ഇറങ്ങിയതാണോ? പേരെന്താ? നാട്ടിലല്ല, എവിടെയാ? ദുബായിലാണോ? ഇപ്പൊ വെക്കേഷൻ ആണോ അവിടെ? അപ്പോ ഭയങ്കര മെച്ചുവേർഡായിട്ട്. എന്താ പേരെന്താ പറഞ്ഞേ? വസുധ. മോളുടെ മാധവി. അടിപൊളി പേരുകൾ അല്ലേ, പഴയ കാലത്തെ പേരുകൾ. ആന്റിയുടെ പേരെന്താ? കാർത്തിക. ഓക്കെ. പാർവതി. മൊത്തത്തിലൊരു മലയാള തനിമ തുളുമ്പാണല്ലോ. ഓക്കെ, നല്ല അടിപൊളി പേരുകൾ അല്ലേ, പാർവതി, മാധവി. എല്ലാരും അങ്ങനെ പേരിടാം. പേരൊക്കെ വെച്ചിട്ട് അതേപോലത്തെ പേരിടാം.
നമ്മുടെ വട വന്നു. വട കാണാനായിട്ട് നല്ല മണം വരുന്നു. ഐ മീൻ പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. നല്ല ക്രിസ്പി ഇഡലി കൊള്ളാല്ലേ? നല്ലടാ, ശരിയാണ്. ഇതെന്താ വട്ട ഇഡലി ആയത്? ഞാൻ ഇഡലി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടല്ലോ. സിനിമയിലെ ദൊഡ്ഡലി പോലെ വെറൈറ്റികളെ കിട്ടുന്നുണ്ടോ? നോക്കുന്നു. എനിക്ക് പബ്ലിക്കിൽ വരുമ്പോൾ ഇച്ചിരി ക്രിഞ്ച് അടിക്കാറുണ്ട്. അയ്യോ, അവരെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഫോക്കസ് മോഡ് ഇട്ട് വെച്ചാൽ മതി. യാ, കുട്ടി ഇഡലി. ഷോ എനിക്ക് ക്രിഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടാ. എന്തിനാ ഞാൻ എടുത്തു തരണോ? എന്നിട്ട് ഓഫാക്കി വെച്ചാൽ പോരെ? ഇത് ഫുള്ള് കഴിക്കുന്ന കാണിക്കണ്ടല്ലോ. ഞാൻ എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓ, ലിപ്സ്റ്റിക്കാ. എന്നിട്ട് ലിപ്സ്റ്റിക്കിലായി. അതാണ് ഇഡലി കേട്ടോ, കുഴപ്പമില്ല. ഓ, ഇതിന് മധുരമില്ല കേട്ടോ, മധുരം അടിയാണ്. എല്ലാം വെവ്വേറെ. എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഇഡ്ഡലി കഴിച്ചു നോക്കാം. അല്ല, എല്ലാവരും നോക്കാൻ നല്ല ഇഷ്ടമാണ്. വട അടിപൊളിയായിട്ടുണ്ട്. ആണോ? അല്ല, എൻ്റെ വട എടുക്കാൻ എൻ്റെ കാര്യം പറഞ്ഞത് എനിക്ക് ഓർഡർ ചെയ്തേ. പക്ഷേ പിന്നെ ഇച്ചിരി കൊണ്ട് കഴിഞ്ഞെടുത്തപ്പോഴത്തേക്ക് ഉടനെ ഓക്കെ, ഞാൻ ഓഫ് ചെയ്ത് വെക്കട്ടെ. ഇല്ലെങ്കിൽ ആൾക്കാർ എന്നെ സ്റ്റെയർ ചെയ്ത് ശരിയാക്കും. എന്തിനാ? ബൈ ബൈ. നമ്മുടെ വേറെ രണ്ട് അഭിരാമി നിഫിദ ഉണ്ണി ചേച്ചിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി വന്നേക്കണം. റെഡ് അലേർട്ട്, പക്ഷേ ഓറഞ്ച് അലേർട്ടൊക്കെ പറഞ്ഞപ്പോൾ ഇറങ്ങിയിരിക്കാട്ടോ. ഓക്കെടാ, ബൈ. കഴിഞ്ഞു ഇവിടെ ഷോപ്പിംഗ് കഴിഞ്ഞോ? ശരി, ബൈ. നമ്മൾ നെക്സ്റ്റ് മാർക്ക് ആൻഡ് സ്പെൻസറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. പാർട്ടി വൈബിളുടെ ഡ്രസ്സ് എടുക്കാനായിട്ട്. ഇതെന്താ 0.5x ഇടാൻ പറ്റുന്നില്ല വീഡിയോയിൽ? ഞാൻ ഒരു നൈറ്റ് പാർട്ടി ഇവൻറ്റിന് പറ്റിയ ഡ്രസ്സ് നോക്കായിരുന്നു കേട്ടോ, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇത് ഞാൻ എന്താ നോക്കണേ അറിയോ? നമുക്ക് ചേരണ കളേഴ്സ് ഇങ്ങനെ വച്ച് നോക്കുകയാണ്. പക്ഷേ സൺലൈറ്റിൽ വെച്ച് നോക്കണം കേട്ടോ, അപ്പോൾ അറിയാൻ പറ്റും കയ്യിൻ്റെ ഷെയ്ഡ് മാറണത്. പിന്നെന്താ, പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കാം. എനിക്കിപ്പോൾ ഇങ്ങനെ ഡ്രസ്സുകൾ ഷോപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ നടന്ന് ഷോപ്പ് ചെയ്യാനൊക്കെ ഏറ്റവും ഇഷ്ടമാണ്. മുമ്പ് എനിക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തുകൊണ്ടോ ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാനും അങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചൊക്കെ നടക്കാനൊക്കെ ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാത്തതുകൊണ്ട് സങ്കടമായിട്ട് ഇത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നൈക്കയിൽ പോയി ഗൈസ്, പക്ഷേ നൈക്കയിൽ ഞാൻ ഉദ്ദേശിച്ച കളറില്ല. ഞാൻ ബെക്കയുടെ ഓപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈലൈറ്ററാണ് നോക്കിയത്, പക്ഷേ ആ ഷെയ്ഡ് മാത്രമില്ല, ബാക്കിയുള്ള ഷെയ്ഡും ഉണ്ട്. ചിലപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇല്ലാത്തതാണോ എന്നറിയില്ല. പിന്നെ ഞാൻ പോയിട്ട് നിങ്ങൾ കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡാർക്കിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ്റേ സ്പ്രേ ഇല്ലേ, അത് ഞാൻ അടിച്ച് നോക്കട്ടെ സ്പ്രേ നിൽക്കുമോ, കുറേ നേരം നിൽക്കും. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഫേവറേറ്റ്സ് വീഡിയോയിൽ കുറേ പേര് പറഞ്ഞിരുന്നു. ഞാൻ അവരുടെ ഇൻജു ദ നൈറ്റ് നല്ലതാന്ന് പറഞ്ഞപ്പോൾ നോക്കട്ടെ എങ്ങനെയുണ്ട്, നിങ്ങളുടെ സജഷൻ അടിപൊളിയാണോ നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ അന്ന് പണ്ട് ദുബായ് മാളിൽ പോയിട്ടുള്ള ഒരു ഫീൽ വരും അല്ലേ, വരുന്നുണ്ട്. പിന്നെ ഞങ്ങളിത് ഈ സൺഗ്ലാസ്സൊക്കെ നോക്കണ ഷോപ്പിൽ കയറിയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ എന്താ ഫുൾ ബ്ലാക്ക് കളറിലുള്ള കുറച്ച് ആംഗുലർ ആയിട്ടുള്ള ഗ്ലാസ് വേണമായിരുന്നു, പക്ഷെ നോക്കിയിട്ട് അങ്ങനെയുള്ളതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനത്തെ ഞാൻ അങ്ങനെ നോക്കി നടക്കാം. എനിക്ക് ഇങ്ങനെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ എന്നെ കണ്ട ഒരു കണ്ണീച്ച ലുക്ക് തോന്നും. എന്താന്ന് പറഞ്ഞില്ല, കണ്ണീച്ചേനം പോലെ തോന്നും. ഇത് ഇച്ചിരി ചെറുതാണോ അല്ലേ? ആണോ? കുഴപ്പമില്ല. പക്ഷെ ഇത് ഉദ്ദേശിച്ച മോഡൽ ഇതാണോ? ഞാൻ ഉദ്ദേശിച്ചത് ബ്ലാക്ക്. നമ്മളിത് ഈ ഹൈപ്പർ മാർക്കറ്റിലെത്തി. ഫസ്റ്റ് തന്നെ നമുക്ക് കലം മേടിക്കണം. നമ്മുടെ കലം കരിഞ്ഞു പോയി. ഞാൻ കുറേ നേരം ചോറ് വച്ചിട്ട് അപ്പുറം സൈഡിൽ പോയതാ, കരിഞ്ഞു പണ്ടാരടങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് കലം മേടിക്കണം. ഓട്ട വന്ന് ഇതൊരു നേരിട്ട് ഞാൻ കത്തിച്ചപ്പം അപ്പോൾ നമ്മളത് മേടിക്കട്ടെ. ഇനി ഞാൻ വോയിസ് ഓവർ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ കണ്ടു കഴിഞ്ഞാൽ ചീത്ത വിളിച്ചാലോ. Please report on seating area. Thank you. ഇതിലേ ഇതിന്റെ ഫ്രണ്ട് അതെങ്ങനെ നോക്കി അറിയാം?
എന്നാൽ കൊട്ടു തുടങ്ങി. ഇതാണോ 1 കിലോ? ഇവിടെ 1 എഴുതിയിട്ടുണ്ട്. ഇതാണോ 1 കിലോ? ഇത് നോക്കിയാലേ ഇതാകുമ്പോഴേക്ക് എനിക്ക് ഫേസ് പാക്ക് അതെടുക്കാം. നമ്മൾ ആ കലം എടുത്ത് ഇതാകുമ്പോൾ എനിക്ക് ഫേസ് പാക്ക് മിക്സ് ചെയ്യാൻ എടുക്കായിരുന്നു. കണ്ടിട്ട് നല്ല രസമുണ്ടല്ലേ? ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഞാൻ പണ്ട് ഞങ്ങൾ മണപ്പുറത്ത് പോകുമ്പോഴേക്കും എന്താ ആ ലിഡുള്ളതുണ്ടോ? രാവിലെ കഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയ തട്ടാൻ തോന്നുന്നത്. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് ബുള്ളറ്റ് ഇഡ്ഡലിയുടെ തട്ടാന്ന് തോന്നണം. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറെ പർച്ചേസ് ചെയ്തു. പിന്നെ മൈജി ഷോറൂമിൽ കയറി ഒരു ഫോണൊക്കെ ചുമ്മാ നോക്കി. എല്ലാ ഫോൺ കടയിലും ചെല്ലുമ്പോഴേക്കും പോകും. എന്നിട്ട് മറ്റേ ഫോൺ വന്നിട്ട് ഏത് ഫോണാണ് പേരെന്താ ഫോണിന്റെ? Z Fold 6 ഇല്ലേ സാംസങ്ങിന്റെ. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇന്നുണ്ടല്ലോ നിങ്ങക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. മൈക്ക് വെച്ചോണ്ട് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണേ. കേൾക്കാവോ? നമ്മള് ഇത്രയും സാധനങ്ങളാട്ടാ മേടിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ സാധാരണ പർച്ചേസിങ് ഇങ്ങനെയല്ലേ? തുടങ്ങിയപ്പോ അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇത് അത്യാവശ്യം ആയി. കഴിഞ്ഞ തവണ കുറെ ഐറ്റംസ് ഇത് നമ്മള് സാധാരണ മേടിക്കണ അത്ര ഇല്ലല്ലോ. ഏകദേശം ഇത്തവണ ഞങ്ങൾ 5 സഞ്ചി കൊണ്ടുവന്നു. വീട്ടിൽ സഞ്ചി കഴിഞ്ഞ എല്ലാം പൈസ കൊടുത്ത് മേടിച്ചതിന് ശേഷം ഞാൻ ഇവരോട് സൂക്ഷിച്ച് വയ്ക്കാൻ പറയും. വയ്ക്കാറില്ല. പക്ഷെ ഇത്തവണ നമ്മൾ സൂക്ഷിച്ച് വെച്ച്. അതുകൊണ്ട് സഞ്ചിയുടെ പൈസ ഒരു സഞ്ചിക്കല്ലേ 18 രൂപ മറ്റോ വേണ്ട. ഓയ്യോടാ ഇപ്പൊ നമ്മള് സഞ്ചിയിൽ കൃത്യം എടാ മറ്റേ ഫുഡ് ഐറ്റം എല്ലാം വെളിയിലെടുക്കണോ? വെളിയിലെടുത്തോ. ഓ എന്താ സൗമ്യാട്ടാ. ഇവിടുത്തെ എന്താ മുട്ട പപ്സ് നല്ലതാന്ന് ആരോ എന്റെ കുട്ടീനോട് പറഞ്ഞത്. അതെന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാ മുട്ട പപ്സ് നല്ലതാണ്. അതുകൊണ്ട് ഞങ്ങൾ മുട്ട പപ്സ് മേടിച്ചു. പിന്നെ ബ്രെഡ് പൊരി മേടിച്ചു. എന്തൊരു ശബ്ദമല്ലേ ഇവിടെ അണ്ടർഗ്രൗണ്ട്. ഭയങ്കര സൗണ്ടാ. ഈ സൗണ്ട് കിട്ടുമോ എന്നുള്ള അറിയത്തില്ല. പറയുന്നത് കൃത്യമായിട്ട് കിട്ടുമോന്ന് അറിയത്തില്ല. നോക്കാം. അരി നിറപറയുടെ അരി. കഴിഞ്ഞ തവണ നമ്മള് വേറൊരു ബ്രാൻഡ് മേടിച്ചിട്ട് അത്ര ശരിയായില്ല. ഈ സഞ്ചിയുടെ ഒരെണ്ണം പൊട്ടിപ്പോയടാ. അത്രയും വെയിറ്റ് ഉണ്ടായിരിക്കും അല്ലേ? വെയിറ്റ് താങ്ങണ്ടേ? അതിനല്ലേ പിന്നെ അല്ല വെയിറ്റോ. ഇതൊക്കെ തുന്നലല്ലേ, ചെറിയതൊക്കെ വരും. ഇത് മേടിച്ചോ ഫൈനല്? നമ്മളിതേ അപ്പൊ ഇനി നേരെ അമ്പൂസിന്റെ അടുത്തോട്ട് പോകും. ഭരണി ഫ്രണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കരുത്. മീഷോന്ന് മേടിച്ച ബാഗാട്ടോ. പക്ഷെ ഇങ്ങനത്തെ ഇതിന് വരുമ്പോ നല്ലതാന്ന് തോന്നുന്നു. കൊറേ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരാം. മീനിന്റെ മണം ഇതുവരെ പോയിട്ടില്ല. നമ്മളിനകത്ത് കൊറേ നേരം ഇരിക്കുമ്പോ അറിയത്തില്ല. മീനിന്റെ മണം ഇങ്ങനെ എടുത്തിക്കണ്. അത് പോവാൻ എന്ത് ചെയ്യുന്നേ? വണ്ടി ക്ലീൻ ചെയ്യുമ്പോ പോകും. ബാക്കിൽ ഇന്നലെ വെള്ളം വീണു. അതാ പറ്റിയ. എല്ലാം വലിയ പ്രശ്നമില്ലായിരുന്നു. അത് മീൻ ഒരു 2 കവറിലാക്കി വെച്ച്. എന്നിട്ടും കുറച്ച് വെള്ളം വീണ് പണിയായി. വെളി മഴയാണോ എന്താന്ന് അറിയാൻ വയ്യ. ശബ്ദം പറഞ്ഞപ്പോ എന്തൊരു വെളിയിൽ നല്ല സൗണ്ട് ഉണ്ട്. ആണോ? ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്ത് ക്ലിപ്പിംഗ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. അപ്പൊ നമുക്ക് ഇനി നേരെ അമ്മൂസിന്റെ അടുത്തോട്ട് ചെല്ലാം. എന്നിട്ട് ആണ് ഫുഡ്. ഒരാളിവിടെ ഓൾറെഡി ഫുഡ് കഴിക്കാൻ എടുത്ത് കഴിഞ്ഞു. ഫുഡ് എടുത്തൊന്നും ഇല്ല. ഇവിടെ കുറച്ച് കഴിയുമ്പോൾ എടുക്കാൻ പറയാം. അവസാനം ഞാൻ കൈ തിരിച്ചിട്ട് ബാക്കിൽ നിന്ന് എടുക്കണം. അതുകൊണ്ട് എടുത്തന്നേ ഉള്ളൂ. ഈ എന്റെ കുട്ടിക്ക് ഈയിടെയായിട്ടുണ്ടല്ലോ ഏത് നേരം എന്നെ കുറ്റം പറയാനേ നേരമുള്ളൂ. ചെയ്തങ്ങനെ 3 വർഷമൊക്കെ ആകുമ്പോ ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തകർച്ചകളുണ്ടാവും. ഈയിടെ തീരെ ഒരു വില ഇല്ല കേട്ടോ. അത് നാടൻ മുട്ട ഞാൻ ചോദിച്ചു മേടിച്ചത്. ഓ ചോദിച്ചില്ല തരത്തില്ലായിരുന്നു. പിന്നെ അവര് കച്ചവടത്തിനല്ലേ അവിടെ വെച്ചിരിക്കും. ഇന്ന് ഞാൻ ഭയങ്കര ഇങ്ങനെ ഒരു കൊറേ പേരെ കണ്ടല്ലേ. സാധാരണ കാണുന്നേക്കാട്ടിലും തിരക്ക് കുറവായിരുന്നു. പക്ഷെ തിരക്ക് കുറവായിരുന്നു. എല്ലാവരും വന്നിട്ട് ഭയങ്കര സ്നേഹത്തോടുകൂടി ഒരു ചേച്ചിയൊക്കെ ഓടി വന്ന് ഞാൻ വീഡിയോ കാണാറുണ്ട് സെക്യൂരിറ്റി ചേച്ചി അവരൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ആരും വന്ന് അങ്ങനെ സംസാരിച്ചുകൂടെ തോന്നുന്നു വർക്കിന്റെ സമയത്ത്. സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അറിയാമെങ്കിലും അവര് സംസാരിക്കില്ല. അപ്പൊ അതെനിക്ക് തോന്നുന്നു അങ്ങനെ ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്നാ തോന്നുന്നത്. ഓടി കുഞ്ഞു പിള്ളേര് പോലും വന്ന് മിണ്ടണു. എന്തുപറ്റി ഞാൻ അങ്ങനെ വിചാരിച്ചു. ചിലപ്പോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ മാസ്ക് ഇല്ലാണ്ട് വന്നിട്ടില്ലേ? സാധാരണ ഞാൻ മാസ്ക് ഇട്ട് വരുമ്പോഴാട്ടോ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടാറില്ല. ഇത് ഏതൊരു ആരോ ആണല്ലോ ഇങ്ങനെ മാസ്ക് ഇട്ട് വരുമ്പോഴേക്കും അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. സാധാരണ മാസ്ക് ഇടാതെ വരുമ്പോഴേക്കും അങ്ങനെ നോക്കുമെങ്കിലും പേടിയാന്ന് തോന്നണു അല്ലേ വരാനായിട്ട്. എന്നെ കുട്ടി കൂടി ഉണ്ടാവുമ്പോഴാ പേടി കൂടുതൽ. എനിക്ക് തന്നെ പേടിയാ. അപ്പൊ പിന്നെ ആൾക്കാരുടെ ആ കാര്യം പറയാൻ വേണ്ട. വെറുതെ ടെററാക്കി മനുഷ്യനെ നാണം കിടന്നു. ഇതെന്താ പറ്റാത്ത ലൈറ്റ് അടിക്കാൻ ഡയലോഗ് അടിക്കാ. വാട്ട് ആർ യു ഡൂയിങ്? കുത്തണം ഇപ്പൊ തന്നെ. എന്ത് കുത്തണം? ഈ ആപ്പിളിന്റെ സാധനം. ഓ ഇത് മേളിലാണല്ലേ.
ശരിയാക്കി തരാം. ഇപ്പൊ കുത്തിയുണ്ട്. ഇപ്പൊ നമ്മള് വീട്ടിൽ പോവല്ലേ? ചാർജില്ലേ? ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഈ സാധനത്തെ കുത്തിയ ചാർജൊന്നും ആവാറില്ല. പിന്നെ ഇപ്പൊ എന്താ? ഒരു ആഡംബരം. അതിങ്ങനെ അവിടെ കിടന്ന കണ്ടപ്പോൾ ആ കേബിൾ എടുത്ത് കുത്താന്ന് തോന്നി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നത്തിങ്. ഞാൻ പിന്നെ ഇന്ന് കുറെ ഫോട്ടോസ് എടുത്തിട്ട്, മറ്റേത് എവിടെ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഫോട്ടോസ് ഒന്നും എടുക്കില്ല. എന്ന് പക്ഷെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എന്താണോ ഇനി എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കംഫർട്ടബിൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്കൊരു കോൺഫിഡൻസ് വരും. ഇന്നിപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിങ് ഒക്കെ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്ന് ഞാൻ കുറേ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പോസ് ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് ആളുകളെ കാണുമ്പോൾ പോസ് ചെയ്യാൻ ഭയങ്കര ചമ്മലാണ്. പക്ഷെ ഇന്ന് ഞാൻ പോസ് ചെയ്തു. ഇന്ന് എന്നെ കുട്ടിക്കായിരുന്നു ചമ്മല്. ഞാൻ പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് വേണ്ട ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പേര് ചോദിക്കാറുണ്ട്, ചേച്ചി ഞാൻ എന്താ റീൽ ഇടാത്തേന്ന്. ഈ മനുഷ്യനെ കൊണ്ട് റീൽ എടുപ്പിക്കണമെങ്കിലുള്ള പെടാപ്പാട് നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ പിന്നെ വഴക്കാവും. നമ്മൾ സാധാരണ നിങ്ങൾ റീൽ എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മളൊരു 10 തവണയൊക്കെ എടുക്കുമ്പോഴല്ലേ ചിലപ്പോൾ ഒരെണ്ണം ശരിയാവും, ചിലപ്പോൾ 20 തവണയൊക്കെ എടുക്കും. ഇത് 2 തവണ എടുക്കുമ്പോഴേക്ക് കിടന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങും ശരിയായില്ലെങ്കിൽ. മനസ്സിലായില്ല. എന്നിട്ട് ആരാ തെറ്റിക്കണേ? ഞാനല്ല. ആരെ കുറ്റം പറയുന്ന മനസ്സിലായില്ലേ? ഞാൻ കുറ്റം പറഞ്ഞല്ല, സത്യാവസ്ഥ. എനിക്കൊരു അങ്ങനെ ഇതെടുക്കാം. ഞങ്ങൾ ആക്ടർ ഫാമിലി അല്ല. എനിക്ക് പിന്നെ റീൽ എടുത്തൊന്നും വലിയ ശീലമില്ല. എന്നിട്ട് അന്ന് ഡാൻസ് കളിച്ചപ്പോഴേ കുറെ പേര് ഹെയ്റ്റ് കമന്റ് ഇട്ടപ്പോ ഇനി ഞാൻ ഡാൻസ് കളിച്ച് ശരിയാക്കും, കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ ആരാ? എപ്പോ ഡാൻസ് ഞാൻ കളിക്കുമായിരുന്നു കുറച്ച് കോളേജിലൊക്കെ വെച്ച് ചെറുതായിട്ട്. കുറെ ഹെയ്റ്റ് കമന്റ് കണ്ടപ്പോഴേക്കും പുള്ളിക്കാരൻ ശരി അങ്ങോട്ട് എന്നാ ശരിയാക്കി തരാം ഞാനെന്ന് ഞാനങ്ങ് പറഞ്ഞു. പറഞ്ഞു ഞാൻ സത്യസന്ധമായി തുറന്നേ. അത് അമ്മയായിരിക്കും പറഞ്ഞ, അമ്മയല്ലേ പറഞ്ഞെന്ന് കണ്ടിട്ടപ്പോ നീ കാണിച്ചു തരാം. ഞാൻ ക്രിയേറ്റിവിറ്റിയിൽ ഇച്ചിരി പിന്നിലേക്കാണ് കേട്ടോ. നമ്മളങ്ങനെ വീട്ടിലെത്തി. സാധനങ്ങളൊക്കെ എടുത്തു വെച്ച്. പിന്നെ ഇപ്പൊ നമുക്ക് 2 ഗസ്റ്റ് വരുന്നുണ്ട്. ശരണ്യ ആൻഡ് കാർത്തികേട്ടൻ വരുന്നുണ്ട്. അവര് ഇല്ല, കാർത്തികേട്ടൻ വന്നിട്ടില്ല. ശരണ്യ ഇവിടെ വന്നിട്ടുണ്ട് കല്യാണം വിളിക്കാൻ ലൈറ്റ് ഇട്ടു. അപ്പൊ അവര് വന്നേക്കാളും മുന്നേ എനിക്ക് ഇവിടെ വൃത്തിയാക്കണം. ഇവിടെ പത്താനം പെട്ടിരിക്കുക. ഓക്കെ, അതെ അതെ നമ്മുടെ ഗസ്റ്റ്. ഒരു നൂറ്റാണ്ടിന് ശേഷം ഉണ്ണിയുടെ വ്ലോഗിൽ ഞാൻ വീട്ടിലോട്ട് വിളിക്കണില്ല എന്ന് പറഞ്ഞിട്ട് പരാതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം വലിഞ്ഞേറി വരേണ്ടി. ഇന്ന് ഉണ്ടോ നിങ്ങളെങ്കിൽ കാണാട്ടോ, ഞങ്ങളിപ്പോ വരാന്ന്. അപ്പൊ എന്നാലും നീ ഞങ്ങളെ വീട്ടിൽ കയറ്റൂരല്ലേ ചോദിച്ചിട്ട് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു. വീട്ടിലോട്ട് വന്ന ഉടനെ ഞാൻ ഇവിടെ വൃത്തിയാക്കുമായിരുന്നു. വൃത്തി ഇവിടെ വന്നപ്പോ നമ്മളെ കൊറേ വർത്താനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. ഹലോ സിംപ്ലി മൈസ്റ്ററിന്റെ ചാനൽ എത്ര നാളായി നിങ്ങളെ കണ്ടിട്ട്. എനിക്ക് മെസ്സേജ് ഇങ്ങനെ വരെ ഇപ്പൊ നിങ്ങൾ വഴക്കാണോ? നിങ്ങൾ കാണാറില്ലല്ലോ. ആ ശരണ്യായിട്ട് വഴക്കാണോ? ചേട്ടനായിട്ട് വഴക്കാണോ? പക്ഷെ ഞാൻ ഒന്ന് ഗെറ്റ് റെഡി എടുത്തിട്ട് അത് ഇട്ടില്ല. ആണോ? നിന്നെ പക്ഷെ ചോദിച്ചായിരുന്നു ഉണ്ണി ചേച്ചി വന്നില്ലേന്ന് എന്റെ കമന്റ് സെക്ഷനിൽ. അപ്പൊ ഞാൻ പറഞ്ഞു അവള് ലേറ്റ് ആയിട്ടാ വന്നേന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ മെസ്സേജ് വരും, നിങ്ങളൊക്കെ ആയിട്ട് വഴക്കാണോ? നല്ല കുട്ടി എന്നെ പൂട്ടിയിട്ടിരിക്കും. എവിടെയും വിളിച്ചാലും വരത്തൂല്ല. ഞാനത് വേറെ പുതിയ ഗ്യാങ്ങിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്നോട് എപ്പോഴും പറയും ഇവിടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണമെന്ന്. ഞങ്ങൾ അങ്ങോട്ട് വന്നായി എന്റെ വീട്ടിലോട്ട് ഞങ്ങൾ വഴക്കി വർത്താനം പറയട്ടെ. ഹലോ, അപ്പൊ നമ്മുടെ വീഡിയോയുടെ കൺക്ലൂഷൻ പറയാന്ന് വിചാരിച്ചു. അവർക്ക് പോയിട്ടോ, അവര് 12 മണിക്കാ പോയി. ഞങ്ങൾ അത്രയും നേരം ഇരുന്ന് തരപരാ വർത്താനം. അശ്വിനും വൈഫുമായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഞാൻ കുറെ നാളിന് ശേഷം വന്നു വരുന്നത്. അവര് വന്ന് കുറെ നേരം ഞങ്ങളെ കത്തിയൊക്കെ അടിച്ച് ഒരു റിഫ്രഷ്ഡ് ഫീൽ ഉണ്ടല്ലേ, ഇങ്ങനെ കുറേ വർത്താനം പറഞ്ഞു. പ്രൊഫഷണൽ വർത്താനവും പിന്നെ അല്ലാത്ത ജനറൽ ടോക്കും പിന്നെ എന്താ പറയാ എല്ലാ ആഘോഷങ്ങളും കല്യാണങ്ങളൊക്കെ വരുവാണല്ലോ. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് എങ്ങനെയായിരുന്നു, എന്തൊക്കെയോ വർത്താനം പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. ഞങ്ങൾ വിചാരിച്ചു ഫുഡ് വെളിയിൽ പോയി കഴിക്കാന്ന്. പിന്നെ വെളിയിൽ പോയി കഴിഞ്ഞാൽ എത്ര വർത്താനം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ വർത്താനം പറയാൻ വേണ്ടി ഫുഡ് ഇവിടെ വെച്ച് കഴിക്കാം. 3-4 മണിക്കൂർ എടുത്തല്ലേ? 3-4 മണിക്കൂർ കുറെ നേരം കത്തിയൊക്കെ അടിച്ചിരുന്നു. ആരും എങ്ങനെ ഇവര് ഫ്ലാറ്റിൽ ഫസ്റ്റ് ടൈം വന്നു അല്ലേ? ശരണ്യ വന്നിട്ടുണ്ട് ഇതിനു മുമ്പേ. ശരണ്യയുടെ എൻഗേജ്മെന്റ് വിളിക്കാൻ അപ്പൊ അന്ന് ഇല്ലായിരുന്നു. കാർത്തികേട്ടൻ ആദ്യമായിട്ടാ വരണേ. അങ്ങനെ കുറെ നേരം സംസാരിച്ചിരുന്നു. അത് തന്നെയാണ് സംസാരമായിരുന്നു മെയിൻ. വേറെ
ഈ പറഞ്ഞ പോലെ ഒന്നിന് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നല്ലേ, കുറെ നാളെ ശേഷമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ശരണ്യയുടെ എൻഗേജ്മെന്റ് കണ്ടിരുന്നു. എൻഗേജ്മെന്റ് സമയത്ത് സംസാരിക്കാൻ പറ്റിയില്ല, ഒത്തിരി പേരില്ല. ഇതിപ്പോ നമ്മൾ കുറേ വർത്താനൊക്കെ പറഞ്ഞു. സമയം കുറേ കഴിഞ്ഞു. ഞാൻ കുളിച്ചു, സ്കിൻ കെയർ, ലിപ് ബാം ഒക്കെ ഇട്ട് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. ചിലപ്പം നമ്മൾ നാളെ രാവിലെ കൊല്ലത്ത് പോകും. പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ 12:30 1 മണി അങ്ങോട്ട് ആവാറായി. ഓക്കെ ഗൈസ്, ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ.